പ്ലസ് ടു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റായിരിക്കും എക്കണോമിക്സ്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ഭാഗമായിരിക്കും മാക്രോ എക്കണോമിക്സ്, അതിലേറ്റവും ഇഷ്ടപ്പെടാത്തൊരു ചാപ്റ്റർ ആയിരിക്കും 4ാമത്തെ ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചോദ്യമാണ്, സിമ്പിളാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. നോക്കിക്കോ, ചോദ്യം ഇതാണ്, വെൻ ദ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ചേഞ്ച് നമ്മൾ കാണിക്കുക ഡെൽറ്റ വെച്ചിട്ടാണ് അല്ലേ, ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ഐ എന്നും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഐയുടെ വാല്യൂ തന്നിട്ട് എത്രയാണ്, 40 കോടി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഐ എത്രയാണ്, 40 കോടിയാണെന്ന് കിട്ടി. ഇനി പറഞ്ഞു ചേഞ്ച് ഇൻ ഇൻകം അല്ലേ, ചേഞ്ച് നമ്മൾ വീണ്ടും ഡെൽറ്റ വെച്ച് കാണിക്കും. ഈ ത്രികോണം ഇട്ടാൽ നമ്മൾ അതിനെ പറഞ്ഞ പേര് ഡെൽറ്റ എന്നാണ്. എന്താ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് അക്ഷരമാരിൽ ചേഞ്ചിനെ കാണിക്കുന്നതാണ്. ഇനി ഇൻകത്തിന് നമ്മൾ എങ്ങനെ കാണിക്കുക, ഇൻകത്തിന് നമ്മൾ കാണിക്കുന്നത് വൈ എന്ന് കാണിക്കുക. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ 120 കോടി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താ, മൾട്ടിപ്ലയർ എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. അപ്പോൾ മൾട്ടിപ്ലയർ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് നോക്കിക്കോളൂ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ഈക്വൽ ടു 1/1 - MPC. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്കിവിടെ ഉത്തരം ചെയ്യാം. ഡെൽറ്റ വൈയുടെ വാല്യൂ നമുക്കറിയാം, ഡെൽറ്റ ഐയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ വാല്യൂ വരിക, നമുക്കറിയുന്ന വാല്യൂ നമുക്ക് എഴുതി നോക്കാം. ഈ പറഞ്ഞ 120 ഡിവൈഡ് ബൈ 40 എന്ന് കിട്ടും അല്ലേ. സിമ്പിളായിട്ട് 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏത് വരിക, 3 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഭാഗമാണ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഒരു കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം, കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എപ്പോഴും ചെയ്യുന്നത് പ്രൈസ് സീലിംഗ് ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, എക്സസ് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അമിതമായ ചോദനം അവിടെ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ അമിത ചോദനം ഉണ്ടാക്കുന്നത്, ഈ പറഞ്ഞ എക്സസ് ഡിമാൻഡ് ഉണ്ടാക്കുന്നത് ആരാണ്, പ്രൈസ് സീലിംഗ് ആണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എക്സസ് സപ്ലൈ അല്ലെങ്കിൽ അധിക പ്രധാനം ഉണ്ടാക്കുന്നത്, അമിത പ്രധാനം ഉണ്ടാക്കുന്നത് ഈ പറയുന്നതിൽ ഏത് പോളിസിയാണ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നടപ്പിലാക്കാറുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.